കേന്ദ്ര സർക്കാരിന്റെ PM കെയേഴ്സ് ഫണ്ടിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ ഫണ്ട് വിനിയോഗത്തെ ചൊല്ലി വിമർശനം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ചെലവാക്കിയത് 87.85 ലക്ഷം രൂപ. കോവിഡ് കാലത്ത് രൂപീകരിച്ച PM കെയേഴ്സ് ഫണ്ടിലേക്ക് ലഭിച്ചത് 8,452 കോടി രൂപ. 2025 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഈ മാസം തുടക്കത്തിലാണ്. ഫെമിന ചേരുന്നു. ഫെമിന, PM കെയേഴ്സ് ഫണ്ട് എന്നുള്ളത് കോവിഡിൻ്റെ സമയത്ത് ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ ഒരു ഫണ്ടാണ്. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, എത്രയോ വർഷമായി, ഏതാണ്ട് 6 വർഷത്തിലധികമായി ഇത് സംബന്ധിച്ചൊരു ഓഡിറ്റിംഗ് ഒന്നും നടന്നില്ല. ഇപ്പോൾ ഓഡിറ്റിംഗ് നടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. അതെ, നമുക്കറിയാം, കോവിഡ് കാലത്ത് രൂപീകരിച്ചതാണ് ഈ PM കെയേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണക്കാർ മുതൽ വലിയ കമ്പനികൾ വരെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് കോവിഡ് മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാൻ ഒക്കെ സംരക്ഷിക്കും എന്നൊക്കെ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ PM കെയേഴ്സ് ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്നൊക്കെ കേന്ദ്രം കാലത്ത് ആവശ്യപ്പെട്ടു. ഇപ്പോൾ PM കെയേഴ്സ് ഇത് രൂപീകരിച്ചിട്ട് 6 വർഷം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ആകെ ഈ PM കെയേഴ്സ് ഫണ്ടിലേക്ക് ലഭിച്ച 8,452 കോടി രൂപയിൽ ചെലവാക്കിയിരിക്കുന്നത് വെറും 87.85 ലക്ഷം രൂപ മാത്രമാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. അതുമാത്രമല്ല, 2025 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ ഓഡിറ്റ് ചെയ്തത് ഈ മാസം തുടക്കത്തിലാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 വർഷം വൈകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഓഡിറ്റ് പോലും ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എന്നുള്ളതും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്കാണ് കാരണമാകുന്നത്. മാത്രമല്ല, ഈ ആകെയുള്ള ഫണ്ടിന്റെ 93% 7,846.65 കോടി രൂപ ബാങ്കുകളിൽ FDI ഇത്തരത്തിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വെറും 87.85 ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രം ചെലവാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനമാണ്. പ്രത്യേകിച്ച് ഈ PM കെയേഴ്സ് ഫണ്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കേണ്ട ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് വിളിക്കാവുന്ന ഈ PM കെയേഴ്സിലേക്ക് ലഭിച്ച ഫണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്രം ചെലവാക്കാത്തത് എന്ന ചോദ്യമാണ് വരുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, DRDO അതുപോലെ തന്നെ NHA തുടങ്ങിയിട്ടുള്ള ഏജൻസികൾക്ക് 324 കോടി രൂപ ഈ ഏജൻസികൾ തിരികെ ഈ PM കെയേഴ്സിലേക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തുക എന്തിനാണ് നൽകിയതെന്നോ എന്തിനാണ് റീഫണ്ട് ചെയ്തതോ അതിന്റെ കാരണം എന്താണോ എന്നോ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടില്ല. PM കെയേഴ്സിലേക്ക് ലഭിച്ച ഫണ്ട് വകമാറ്റി ഉപയോഗിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് ഇതിലൂടെ ഉയരുന്നത്. വ്യക്തതയില്ലാത്ത ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ സുതാര്യത ഇല്ലെന്നും അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ നിരന്തരമായി പാർലമെന്റിലും അതുപോലെ തന്നെ RTO ആക്ടിവിസ്റ്റുകളെല്ലാം ഇത്തരത്തിൽ PM കെയേഴ്സ് ഫണ്ട് അതിന്റെ സുതാര്യത വെളിപ്പെടുത്തണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ PM കെയേഴ്സ് ഫണ്ട് ഒരു ട്രസ്റ്റ് ആയിട്ടാണ് രൂപീകരിച്ചതെന്നും അത് RTOയുടെ പരിധിയിൽ വരില്ല എന്നും അതുകൊണ്ട് പാർലമെന്റിൽ ഉത്തരം പറയേണ്ടതില്ല എന്നുമുള്ള തരത്തിലുള്ള ഒരു ന്യായമായിരുന്നു കേന്ദ്രം എല്ലാ കാലത്തും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ 87.85 ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രം ഇത്തരത്തിൽ ചിലവാക്കിയിരിക്കുന്നത്. അത് മൊത്തം കെയേഴ്സ് ഫണ്ടിലേക്ക് ലഭിച്ച ഫണ്ടിന്റെ ഏകദേശം 0.01% മാത്രമാണ് കേന്ദ്രം ചെലവാക്കിയിരിക്കുന്നത് എന്നതാണ് ഇത്തരത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.